നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം ഹൃദ്രോഗം ഉണ്ടാക്കാൻ കാരണമാകാതിരിക്കാൻ എന്ത് ലൈഫ് സ്റ്റൈൽ അല്ലെ എന്ത് ജീവിത രീതിയാണ് പിന്തുടരേണ്ടത്? ഭക്ഷണ രീതിയും ഹൃദയ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. ഇതിനകത്ത് പല രീതിയിൽ ഇതിന് ഉത്തരം പറയാം. ഇപ്പോൾ ഒരുപാട് ഡയറ്റ് ഫാറ്റ്സ് ഉണ്ട്, കീറ്റോ ഡയറ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പേഷ്യൻസിന് ജനറലി പറയുന്ന 4-5 ഉപദേശങ്ങളുണ്ട്, അത് ഞാൻ എടുത്ത് പറയാം. ഒന്നെന്ന് പറയുന്നത് അളവ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഒരു ഹൃദ്രോഗിയാണ്, ഡയബറ്റിസ് ആണെന്ന് പറഞ്ഞ് ജീവിതരീതി കംപ്ലീറ്റ് മാറ്റി ഒരിക്കലും ഷുഗർ എടുക്കാതിരിക്കുക, എണ്ണ തൊടാതിരിക്കുക എന്ന് ഒരിക്കലും ഞാൻ പേഷ്യൻസിനോട് പറയാറില്ല. ഇതൊക്കെ എടുക്കാം, അളവിലെടുക്കുക. അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഈ സംഗതികളൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ എടുക്കാവുന്നതാണ്. പക്ഷേ അളവ് നിയന്ത്രിക്കുക, ഏറ്റവും പ്രധാനമായിട്ട് പോർഷൻ കൺട്രോൾ. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. നമ്മുടെ ഡയറ്റ് പ്രിഡോമിനൻ്റ്ലി ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റാണ്. ചോറ് കൂടുതലാണ്, ബാക്കി കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതലാണ്. ഈ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ബോഡിയിൽ പോയിട്ടാണ് പിന്നെ അത് ലിവറിൽ ഫാറ്റായിട്ട് മാറുകയും കൊളസ്ട്രോളായിട്ട് മാറുകയും ബ്ലോക്കായി മാറുകയും ചെയ്യുന്നത്. സോ ഈ എണ്ണയും ഫാറ്റും കഴിച്ചാൽ മാത്രമാണ് അറ്റാക്ക് വരുന്നതെന്ന് പറയുന്നതും ശരിയല്ല. ആക്ച്വലി നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടുതൽ ഭാഗം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ ശരീരത്തിൽ പോയിട്ട് ഫാറ്റായിട്ട് മാറുന്നു. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക എന്നുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി എണ്ണ കുറയ്ക്കുക, പൊരിച്ച ഐറ്റംസ് കുറയ്ക്കുക. ഏത് ടൈപ്പ് കുക്കിംഗ് ഓയിൽ വേണമെന്നുള്ളത് സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനകത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. തേങ്ങെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടിയത് കാരണം കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങെണ്ണ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം റിലേറ്റീവ്ലി ഓക്കെയാണ്. അതിനകത്തും എണ്ണ മിതമായിട്ട് ഉപയോഗിക്കുക, അത്യാവശ്യത്തിന് മാത്രം എണ്ണ ഉപയോഗിക്കുക. കംപ്ലീറ്റ്ലി പൊരിച്ച് എടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക. പിന്നെ റെഡ് മീറ്റും മിതമായിട്ട് എടുക്കുക. പിന്നെ മറിച്ച് കൂടുതലായിട്ട് എടുക്കേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടുതലായിട്ട് എടുക്കുക. ഇത്രയുമാണ് ഒരു മെയിനായിട്ടൊരു 4-5 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്.